ഹായ്. എല്ലാവരും നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണല്ലേ. എത്രയൊക്കെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ ഒരു വില്ലനായിട്ട് ഇങ്ങനെ കടന്നു വരുവാണല്ലേ. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ ഓടിച്ചു വിടണ്ടേ നമുക്ക്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരുന്നാലേ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് വർക്ക് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻസ് നടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾക്ക് റിമൂവ് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്ത് പോസിറ്റീവ് തോട്ട്സുകൾ നിറച്ച് നമ്മൾ മൊത്തവും പോസിറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റിവിറ്റിയിലേക്ക് വരിക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്നോട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് മറികടക്കാൻ പറ്റും, എന്തൊക്കെ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണമെന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേനും എന്താ സംഭവിക്കും, അവിടെ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് അതെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് ആധിപത്യം സ്ഥാപിച്ച് അവിടെ കയറി ഇരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില ടെക്നിക്കുകളുണ്ട്. ഒരു 4 ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. വിത്തിൻ 1 ഡേ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയിലേക്ക് മാറാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്തകളെ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. താങ്ക്